നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം നിയന്ത്രണം വിട്ടുപോകുന്നു എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും, പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ UN ഇടപെടുന്നു. ഇന്ത്യയോട് UN പറയുന്നു എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണമെന്നും. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അന്നത്തെ ഈ പറഞ്ഞ പോലെ സേനാ മേധാവിയോട് യുദ്ധം നിർത്താൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, സാർ ഒരൊറ്റ ദിവസം കൂടി ഈ യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചു തരണം, ഒരൊറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ പാകിസ്ഥാൻ്റെ കറാച്ചി വരെ ഞങ്ങൾ പിടിച്ച് കീഴടക്കുമെന്ന് ഇന്ത്യൻ സേനകൾ അന്ന് ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റാരുമല്ല, UN ഐക്യരാഷ്ട്രസഭയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ പറയുന്നത് അപ്പാടെ നമ്മൾ പാലിക്കണമെന്നും അതുകൊണ്ട് യുദ്ധം ഇവിടെ വെച്ച് നിർത്തണമെന്ന് പറയുന്നൊരു സന്ദർഭം ഉണ്ടാകുന്നു. അതിന് വശമായിട്ട് ഇന്ത്യൻ ആർമി ഒരൊറ്റ ദിവസം ഒരു രാത്രി കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ കറാച്ചി വരെ കീഴടക്കാൻ ഒരു തരത്തിലോട്ട് ഇന്ത്യ നീങ്ങുമായിരുന്നു. പക്ഷെ അത് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേണ്ടെന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ്, UN നിലപാടുകൾക്കൊപ്പം നിന്നത് കൊണ്ട് മാത്രമാണ് ആ സാധനം അങ്ങനെ നിന്നത്. പക്ഷെ ഇന്ന് കാലം മാറുന്നു, ഇക്കാര്യങ്ങളെല്ലാം വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നു. മറ്റൊന്നുമല്ല, ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇപ്പോൾ ഒരു പേപ്പർ കടലാസിൻ്റെ വില പോലും ഇല്ല എന്നുള്ള തരത്തിലോട്ടാണ് ചർച്ചകളെല്ലാം പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, ഒരു ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് 1914 മുതൽ 1918 വരെ നിന്ന 4 വർഷം നീണ്ടു നിൽക്കുന്ന വലിയ തരത്തിലുള്ള യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. അത് വീണ്ടും വലിയ തരത്തിലോട്ട് കാര്യങ്ങളോട് കലാശിക്കുന്നു. വീണ്ടും 1939 ആകുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. മാത്രമല്ല അത് 1940 ഒക്കെ ആകുമ്പോഴേക്കും, 39 തുടങ്ങി 44 ആകുമ്പോഴേക്കും ഏറെക്കുറെ അതെല്ലാം അവസാനിക്കുന്നു. 45 UN നിലവിൽ വരുന്നു. അന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ജഡ്ജിമാരും കൃത്യമായ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് വരുന്നു. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പം ഇങ്ങനെയായിരുന്നു കാര്യങ്ങളുടെ എല്ലാം ഒരു പോക്ക്. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ UN ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്ത, പലപ്പോഴും പല നേതാക്കന്മാരും UN പരാമർശിക്കാറുള്ളത് ദ ടീത്ത്ലെസ് ടൈഗർ എന്നാണ്. അതായത് പല്ലില്ലാത്ത കടുവയായിട്ട്. ഒരു കടുവയ്ക്ക് അതിൻ്റെ വില ഉണ്ടാകുന്നത് അതിൻ്റെ പല്ലും നഖവും ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കടുവയ്ക്ക് അതിൻ്റെ പല്ലും നഖവും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. UN ഇന്നല്ല ആരും ഒരു പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം, ഈ പറഞ്ഞ പോലെ ഇറാൻ അമേരിക്ക യുദ്ധം വളരെയധികം രൂക്ഷമായി പോകുന്നു. അതുപോലെ തന്നെ UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗമായ അമേരിക്ക തന്നെ ഇറാനിൽ തുടർച്ചയായ 13ാം ദിവസവും ആക്രമണം നടത്തി എന്നുള്ളതും മാത്രമല്ല, ഇറാൻ്റെ ജാസ്ക്, സിരിക്ക്, ബദ്ദർ അബ്ബാസ് പോലുള്ള നഗരങ്ങളിൽ അമേരിക്ക വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാക്കുകയും അതിന് തിരിച്ചടിയായി അമേരിക്കയുടെ പല ബേസുകളിലും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണവും പ്രത്യാക്രമണവുമായി വലിയ തരത്തിലുള്ള അടിയും തിരിച്ചടിയായിട്ടാണ് ഈ സംഭവം ഇപ്പോൾ നിലവിൽ മുമ്പോട്ട് പോകുന്നുള്ളത്. മാത്രമല്ല നേതാക്കന്മാർ ഇറാൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും നേതാക്കന്മാർ തമ്മിൽ വലിയ തരത്തിലുള്ള വാക്പോര് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നത് കണ്ണിന് പകരം കണ്ണ് എന്ന ഇറാൻ്റെ പ്രസ്താവനയ്ക്ക് കണ്ണിന് പകരം തല എന്നാണ് അമേരിക്ക പറഞ്ഞത്. ഇതിന് മറുപടിയായി വീണ്ടും ഇറാൻ രംഗത്ത് വരുന്നു. അതിന് ബദലായി ഈ പറഞ്ഞ പോലെ ഇറാൻ പറഞ്ഞത് തലയ്ക്കും കണ്ണിനും പകരം മുഴുവൻ ശരീരവും എടുക്കുമെന്നാണ് ഇറാൻ അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ തരത്തിലോട്ട് യുദ്ധങ്ങളെല്ലാം പോകുന്നു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടാണ് UN സെക്രട്ടറി ജനറൽ ഈ പറഞ്ഞ അന്റോണിയോ ഗുട്ടറസ് യുദ്ധം വലിയ തരത്തിലോട്ട് പോകുന്നു, കൈവിട്ട് പോകുന്നു, എത്രയും പെട്ടെന്ന് ഇടപെടണം എന്നുള്ളത്. എനിക്ക് UN കാര്യത്തിൽ ചോദിക്കാനുള്ളത്, ഇത്രയും കാലം അപ്പോൾ UN എവിടെയായിരുന്നു എന്നുള്ളതാണ്. യുദ്ധം ഇന്നൊന്നും തുടങ്ങിയാലോ, ഇപ്പോൾ റഷ്യൻ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷമാകുന്നു. പക്ഷെ ഇതേവരെ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. UN ഈ വിഷയത്തിലെല്ലാം മൗനം പാലിക്കുന്നു. അല്ലെങ്കിൽ UN എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ UN യാതൊരുവിധ വിലയും ഇല്ലാത്ത കാര്യങ്ങളോട്ടാണ് നിലവിലെ പോക്ക്. മാത്രമല്ല ചെങ്കടലിലെ പ്രതിസന്ധിയും വലിയ തരത്തിലോട്ട് കാര്യങ്ങളോട്ട് പോകുന്നു. കാരണം ഹൂതികൾ ചെങ്കടലുകൾ പിടിച്ച് കീഴടക്കുകയും അത് മുഖാന്തരം പോകുന്ന കപ്പലുകളെല്ലാം ആക്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള എണ്ണ നീക്കത്തെ വലിയ തരത്തിലായിട്ട് ബാധിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില $100 കടക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെ തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. ആഗോളതലത്തിൽ തന്നെ ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലോട്ടും പോകുന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. മാത്രമല്ല ഇസ്രായേലിനെതിരെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കൃത്യമായി പറയുന്നുണ്ട്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ അട്ടിമറിക്കുന്നതിന് പിന്നിൽ ഇസ്രായേലാണെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പരോക്ഷമായി തന്നെ, പ്രത്യക്ഷമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പരോക്ഷമായി വിമർശിച്ചു എന്നുള്ളതും ഇതെല്ലാം കൃത്യമാക്കുന്നത് ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള ബന്ധം വലിയ തരത്തിലുള്ള വിള്ളൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. മാത്രമല്ല ഈ വാർത്താ ചർച്ചയ്ക്കുള്ള പ്രധാന മറ്റൊരു കാരണം, ഐക്യരാഷ്ട്രസഭ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പല്ലില്ലാത്ത കടുവയായി എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ പല സുപ്രധാന യുദ്ധങ്ങളും അവസാനിക്കേണ്ട ഐക്യരാഷ്ട്രസഭ, അതായത് UN യുണൈറ്റഡ് നേഷൻ. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു, അതുപോലെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം,
അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധം, ഇതിലെല്ലാം കൃത്യമായി അധികാരം അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ പറയേണ്ട UN മിണ്ടാണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ വീറ്റോ അധികാരത്തിൻ്റെ നഗ്നമായ ദുരുപയോഗം അവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗങ്ങളായ അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങളിൽ വീറ്റോ ഉപയോഗിക്കുന്നു എന്നുള്ളതും അത് വലിയ തരത്തിലോട്ടുള്ള കാര്യങ്ങളിലോട്ട് ഈ സാധനം വീണ്ടും കിടക്കുന്നു. കാരണം ഈ 5 രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യം വീറ്റോ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രമേയത്തെ പിന്നെ പാസ്സാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലോട്ടെല്ലാം കാര്യങ്ങൾ പോകുന്നു. ഐക്യരാഷ്ട്രസഭയ്ക്ക് യാതൊരുവിധ വിലയും ഇല്ലാണ്ടാകുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കൃത്യമായി ഇടപെടേണ്ട ഐക്യരാഷ്ട്രസഭ തന്നെ ഇത്തരത്തിലുള്ള മൗനം പാലിക്കുന്നു. എല്ലാം കൈവിട്ട് പോയതിനു ശേഷം ഇനിയൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലോട്ട് എത്തുമ്പോൾ മാത്രമാണ് ഐക്യരാഷ്ട്രസഭ ഈ പറഞ്ഞ പോലെ എല്ലാം കൈവിട്ട് പോകുന്നു, എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാലം ഐക്യരാഷ്ട്രസഭ എവിടെയായിരുന്നു എന്നുള്ള വലിയ ചോദ്യചിഹ്നം നിൽക്കുന്നുണ്ട്. എന്തായാലും 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1945 ഈ പറഞ്ഞ പോലെ 2ാം ലോക മഹായുദ്ധം കഴിയുന്നു. ആ ഒരു കരാർ, അന്നുണ്ടായ UN അതേ കരാറാണ് ഇപ്പോഴും UN പിന്തുടരുന്നത് എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇന്ത്യ, ബ്രസീൽ, അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക പോലത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും വലിയ തരത്തിൽ മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ പറഞ്ഞ പോലെ സ്ഥിരം അംഗങ്ങളായി ചേർക്കാണ്ട് അന്നെടുത്ത 5 അംഗങ്ങളെ കൊണ്ട് മാത്രമാണ് ഇപ്പോഴും UN മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഇനി പൊളിച്ചെഴുത്തി പുതിയ ലോകരാഷ്ട്രക്രമങ്ങൾക്കനുസരിച്ച് ഇതെല്ലാം മാറ്റി എഴുതേണ്ടതുണ്ട്. ഇതൊന്നും മാറ്റാണ്ടാണ് ഇപ്പോഴും UN മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്റോണിയോ ഗുട്ടറസ് എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെ യുദ്ധം അവസാനിപ്പിക്കാനൊന്നും അന്റോണിയോ ഗുട്ടറസിനോ അല്ലെങ്കിൽ UN കഴിയില്ല എന്നുള്ളതും UN ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പുറപ്പെടുവിച്ചാലും അത് നടപ്പിലാക്കാൻ ഒരു രാജ്യങ്ങളും തയ്യാറാവില്ല എന്നുള്ളതും ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം UN എന്ന് പറഞ്ഞ സംഘടന ഉണ്ടെങ്കിൽ പോലും ആ സംഘടനയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ലേബലോ അല്ലെങ്കിൽ അവരുടെ ഒരു മിലിറ്ററിയോ ഒരു ഗ്രൂപ്പോ ഒന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതുകൊണ്ട് വെറുതെ ഈ പറഞ്ഞ പോലെ ന്യൂയോർക്കിൽ നിന്ന് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയാൻ UN എളുപ്പമായിരിക്കും, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നടക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഒരിക്കലും UN ഒരു വിലയും ഇപ്പോൾ കൊടുക്കാത്ത. പണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് വലിയ തരത്തിലുള്ള വില ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ UN പുല്ല് വിലയാണ് ഉള്ളത് എന്ന് കൂടി UN മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.